ഒരു യാത്ര, 1000 ഓർമ്മകളും പുതിയ സ്ഥലം പുതിയ ഞാൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടെന്നും ഏതൊക്കെയോ വലിയ കലാകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ പുതിയ എന്നെ തേടിയുള്ള യാത്രകളാണ് ഈ കാണുന്ന പ്രഹസനം. മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ തരുന്നത് പുതിയ സ്ഥലങ്ങൾ കാണുമ്പോഴും പുതിയ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും ചിലർക്കൊക്കെ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോഴോ ഒക്കെയാണ്. ഇതിൻ്റെ ഒന്നും ക്ലാസ് എടുത്ത് പഠിപ്പിച്ച് തരാനല്ല ഞാൻ വന്നത്. പക്ഷേ പണ്ട് നഴ്സിംഗ് പഠിക്കുമ്പോഴും റീല് കാണുമ്പോഴൊക്കെ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറഞ്ഞ വലിയൊരു സയൻറ്റിഫിക് വേർഡിന് ഞാനിങ്ങനെ കേട്ട് തഴുകിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഇന്ന് ഞാൻ അത് അനുഭവിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അത് എന്തോരം വേദന തരുന്നതാണ്. ഒരിക്കലും ഒരു കുഞ്ഞുണ്ടായതോ പ്രസവിച്ചതോ അല്ലെങ്കിൽ ഭർത്താവ് കാരണമോ ഭർത്താവിൻ്റെ വീട്ടുകാർ കാരണമോ ഒന്നും ഉണ്ടാവുന്നതല്ല ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. നമ്മൾ അറിയാതെ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വരുന്ന സാഹചര്യങ്ങളോ മനുഷ്യരോ കാരണം ഉണ്ടാവുന്നതാണ്. ചോറും കറിയും സ്നേഹവും തരേണ്ട സ്ഥലത്ത് ട്രോമ വിളമ്പിക്കഴിഞ്ഞാൽ അറിയാമല്ലോ അത് തിന്ന് വിഴുങ്ങിയിരിക്കുന്ന എൻ്റെ മനസ്സ് എങ്ങനെയാകുമെന്ന്. അത് വിളമ്പിക്കഴിഞ്ഞാൽ വീട്ടിലെ സന്തോഷവും സമാധാനവും കിട്ടില്ലല്ലോ. സോ മനസ്സ് മാറണം, മനസ്സിലുള്ള മുറിവുകളും മാറണം, ഒരുപാട് യാത്ര ചെയ്യണം. ലൈഫിൽ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ഫെയിലിയർ വുമൻ അല്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ വെറും ക്ലീഷയായിട്ട് തോന്നിയവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് കളയാം. ഇനി ഒരാൾക്കെങ്കിലും മോട്ടിവേഷൻ ആയാലോ ഞാൻ സക്സസ് ആയി. യാത്ര എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരുപാട് വലിയ യാത്രകളോ ഒരുപാട് ദൂര സ്ഥലങ്ങളിലേക്കോ ഒരുപാട് പൈസ ചിലവാക്കിയോ പോകാൻ പറ്റിയെന്ന് വരില്ല. വേണ്ടപ്പെട്ടവരോടൊപ്പം അല്ലെങ്കിൽ ഒറ്റയ്ക്കോ എവിടെയെങ്കിലും ഒരു 10 മിനിറ്റ് നമുക്ക് അല്ലെങ്കിൽ 1 മണിക്കൂർ നീണ്ടിരിക്കുന്ന ഒരു ബസ് യാത്രയായാലും അതും ഒരു സുഖമാട്ടോ. ബുക്ക് വായന എനിക്കൊരു കൗതുകമല്ല, എന്നാൽ അതിലത്ര ഇൻട്രസ്റ്റും ഇതിൽ വെച്ച് വായിച്ച ആ ഹാരി പോട്ടർ ബുക്ക് എനിക്ക് ഒരുപാട് കൗതുകം തന്നിട്ടുണ്ട്. ആ ബുക്കിൽ വർണ്ണിച്ചിരിക്കുന്ന കൊട്ടാരവും സ്ഥലത്തെയും ഒരുപാട് ഞാൻ സ്വപ്നം കണ്ടിട്ടുമുണ്ട്. എൻ്റെ ആ സ്വപ്നത്തിലെ കഥകളുടെ നഗരത്തിലേക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. അവിടുത്തെ ഓരോ കല്ലുകൾക്കും ഓരോ കഥകൾ പറയാനുണ്ടെന്നാണ്. ഞാൻ പോയി ആ കഥ കേട്ടിട്ട് വരാട്ടോ. ടാറ്റാ.